തമ്മിൽ അങ്ങ് തീർത്താ പോരെ. അതിനെന്തിനാ എനിക്ക് ഇത്രയും വലിയ പണിഷ്മെന്റ് തന്നത്? സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ അവരുടെ അച്ഛനും അമ്മയായിട്ട് പാരന്റ്സ് മീറ്റിംഗിന് വരാറുണ്ട്. എന്നാൽ ഞാൻ മാത്രമാണ് അമ്മയുടെ കൂടെ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗിന് പോകുന്നത്. എത്രയോ പ്രാവശ്യം സ്കൂളിലെ കുട്ടികളൊക്കെ നിന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കാറുണ്ട്. അവരോട് എങ്ങനെയാ അമ്മേ എന്റെ അച്ഛൻ എന്നെ അമ്മയെ തനിച്ചാക്കിയിട്ട് പോയെന്ന് പറയാൻ പറ്റാ? അമ്മയോടും എന്നോടും അച്ഛൻ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അടിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ താമസിക്കായിരുന്നില്ലേ അമ്മ? എന്താ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യാഞ്ഞത്? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛന്മാര് ഇങ്ങനെ മക്കളെ ഇട്ടിട്ട് പോവോ? അമ്മ ഇപ്പൊ എത്രയാ കഷ്ടപ്പെടുന്നത്. അമ്മ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയോ? ഇതിന്റെ കാരണക്കാരൻ ആരാ? എല്ലാ അച്ഛൻ തന്നെയല്ലേ? എന്റെ അച്ഛൻ ഇത്രയും ദുഷ്ടനാണോ അമ്മേ? എന്താടി പറഞ്ഞ? ഇനി ഈ രണ്ട് കുഞ്ഞുങ്ങളും നിന്റേതല്ലടി, എന്റെ മക്കളാ. കവിന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു. കവിന്റെ അച്ഛൻ കവിന്റെ മാത്രമല്ല, മോളുടെ അച്ഛനാ. അമ്മേ, ഇനി നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അമ്മയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല മോളെ. നമ്മളെ വേണ്ടെന്ന് വെച്ച് പോയവരെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നേ. കവിന്റെ അച്ഛനെ പോലെ നിനക്കൊരച്ഛനില്ലല്ലോ എന്ന് ഓർത്ത് നീ വിഷമിക്കുന്നു. പക്ഷെ അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിന്ന് നിന്നെ നന്നായി വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഉപേക്ഷിച്ചു പോയവരെ പറ്റി ആലോചിച്ച് നീ കരയരുത്. ഇങ്ങ വാ. ഒത്തിരി ഗെയിം കളിച്ചു. ബാക്കി ഗെയിമൊക്കെ നാളെ ആട്ടെ. ചുമ്മാ റൗണ്ട് അടിച്ചിട്ട് വരാം. ആരായി റൂം തുറന്നത്? എപ്പോഴും ഇത് പൂട്ടിയിടാറില്ലാണല്ലോ. ബോക്സ് കൊള്ളാലോ. ഇതുവരെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. പുതിയതുപോലെ ഉണ്ടല്ലോ. ഇതിനകത്ത് എന്താണെന്ന് നോക്കട്ടെ. ഞാനറിയാതെ അച്ഛമ്മല കളിപ്പാട്ട ഒളിപ്പിച്ചു വെച്ച് കാണും. അത് നൈസായിട്ട് എന്റെ റൂമിലേക്ക് എടുത്തോണ്ട് പോവാ. ഇതെന്നെ പോലെയുണ്ട്. അപ്പൊ ഇതാര്? സംതിങ് റോങ്. ഇതാരാന്ന് അച്ഛനോട് തന്നെ ചോദിക്കാം.